അങ്ങനെ സൂററ്റിലെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് സൂററ്റിൽ വരുന്നുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയമണ്ട് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് സൂററ്റിലാണ്. വേൾഡിലെ 90% ഡയമണ്ട്സും കയറി പോകുന്നത് സൂററ്റിൽ നിന്നാണ്. പിന്നെ നെക്സ്റ്റ് മുംബൈ ആണ് വരുന്നത്. ഡയമണ്ടിന്റെ ട്രേഡിങ്ങും സെയിൽസും കൂടുതൽ നടക്കുന്നത് മുംബൈയിലാണ്, പക്ഷെ മാനുഫാക്ചേഴ്സ് കൂടുതലും സൂററ്റിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഒരു ഓട്ടോ വിളിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നാട്ടിൽ പരാതി പറയാറില്ലേ, ഭയങ്കര ചൂടാണ്. ഇവിടെ വന്നാലുള്ള ചൂടുണ്ടല്ലോ, നമ്മൾ ഫ്രൈ പാൻ്റെ അകത്ത് എറിയുന്ന എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീൽ. ഞാനൊക്കെ വൈകുന്നേരം അപ്പോഴത്തേക്ക് പുൾസയായി മാറുന്നു. ഇന്ന് രാവിലെ തൊട്ട് നടപ്പ് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും മര്യാദക്ക് മനസ്സിന് തൃപ്തിപ്പെട്ട റേറ്റിംഗ് കിട്ടിയിട്ടില്ല. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. നോക്കി ഇതുപോലെ ഇങ്ങനെ ഫാബ്രിക്കുകൾ നോക്കി 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 ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കുറേ നോക്കിയാലാണ് ഒന്നോ രണ്ടോ പ്രിന്റിൽ നമുക്ക് ഇഷ്ടപ്പെടാം. നോക്കട്ടെ, നല്ല പ്രിന്റൊക്കെ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഡിസൈനൊക്കെ നോക്കി റയോണിൻ്റെ ഇത് നമ്മൾ കുറേ നാൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. സൂററ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താ അറിയോ, ഇതാ ഇവിടെ ഐറ്റം കാണിക്കാനായിട്ട് ഇങ്ങനെ സോഫയിലാണ് നമ്മൾ ഇരുത്തുക. സോഫയല്ല, സോറി, ബെഡിൽ. എൻ്റെ ഷോപ്പൊക്കെ ഇരുന്നെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ കിടന്ന് ഉറങ്ങിയേനെ, ഒരു പണി ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കേട്ടുകഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മുതലാളിമാർ പറഞ്ഞത് ഇത് ശരിക്കും ഒരു ബെഡല്ല, ഇവരിതിനെ ദീപാവലി ടൈമിന് പൂജിക്കും അത്രേ. പിന്നെ ഇത് പ്യുവർ കോട്ടൺ വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. നമ്മൾ നോർമലി ബെഡ് ഉണ്ടാക്കുന്ന പോലെ ഫോം വെച്ചിട്ടല്ല ചെയ്യുക. അപ്പോൾ ഇവര് ദൈവത്തിന് തുല്യം കാണുന്ന ഒരു സംഭവമാണെന്നത്. കാരണം ഇത് ബിസിനസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇന്ന് സദ്യയിൽ കുറേ കറങ്ങി നടന്നല്ലാണ്ട് ഒരു പരിപാടി നടന്നിട്ടില്ല. ആകെ നടന്നത് ഈ പരിപാടി. നല്ല അടിപൊളി ഫുഡ് കിട്ടും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ. ഇനി നാളെ രാവിലെ അഹമ്മദാബാദിക്ക് പോകണം. ഞാൻ ആദ്യമായിട്ട് മറ്റേ വന്ദേ ഭാരതിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം.